നമസ്കാരം. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗും കൂടാതെ ചൈന US-നെതിരെ വീണ്ടും ചുമത്തിയിരിക്കുന്ന പകരച്ചുങ്കവുമാണ് ഇന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് വരുന്നത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലേക്ക് വരാം. അതിന് മുന്നേ ആയി ഇപ്പോഴത്തെ മാർക്കറ്റുകളുടെ ഒരു സിറ്റുവേഷൻ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റുകളിൽ ഒരു പോസിറ്റിവിറ്റി കാണാനുണ്ട്. ഡൗ ജോൺസ് 0.23% നേട്ടത്തിൽ, S&P 500 0.46% നേട്ടത്തിൽ, നാസ്ഡാക്ക് 1.34% നേട്ടത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,396 എന്ന നിലയിലാണ്. 91 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ 3% മുകളിൽ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിരുന്നു. അതിൽ കൂടുതൽ ഇടിവുണ്ടാക്കിയത് തായ്വാൻ മാർക്കറ്റായിരുന്നു. 6% ഇടിഞ്ഞു. പിന്നീട് ജപ്പാൻ മാർക്കറ്റ് നിക്കി 4% ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ ഇപ്പോൾ ഈ പകരച്ചുങ്കത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഫോക്കസിലുള്ളത് ചൈനീസ് മാർക്കറ്റ് തന്നെയാണ്. എന്നാൽ ചൈനീസ് മാർക്കറ്റ് പോസിറ്റീവിൽ 1% മുകളിൽ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ 22,400 മുകളിലായി നിഫ്റ്റി ക്ലോസ് ചെയ്തു. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ TCS, ഇൻഫോസിസ്, HDFC ബാങ്ക്, SBI ലൈഫ് തുടങ്ങിയവ ടോപ്പ് ലോസേഴ്സ് ആയിട്ടാണ് ഇന്ന് മാറിയത്. കൂടാതെ സെൻസെക്സ് 380 പോയിന്റ്സ് ഇടിഞ്ഞു. നിഫ്റ്റി 137 പോയിന്റ്സ്, നിഫ്റ്റി ബാങ്ക് 271 പോയിന്റ്സ്, മിഡ് ക്യാപ്പ് 256 പോയിന്റ്സ് എന്നിങ്ങനെയാണ് ഇടിഞ്ഞത്. ഇതിൽ തന്നെ കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് RBIയുടെ മോണിറ്ററി പോളിസി തീരുമാനത്തിന് ശേഷം ഗോൾഡ് കമ്പനികളാണ്. ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. അതിൽ തന്നെ മുത്തൂറ്റ് ഫിനാൻസ് 7% ഇടിഞ്ഞു. ഗോൾഡ് ലോൺ കൊടുക്കുന്നതിൻ്റെ റൂൾസ് ടൈറ്റൻ ചെയ്യണം എന്ന് RBI പറഞ്ഞതിനെ തുടർന്നാണ് ഈ സ്റ്റോക്കുകളിൽ ഒരു ഇടിവ് കണ്ടത്. ക്രൂഡ് ഓയിൽ വില വീണ്ടും ഇടിഞ്ഞതോടെ ഇന്ത്യയിലെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് വീണ്ടും നേട്ടമുണ്ടാക്കി. ഇതിലെ സ്റ്റോക്കുകൾ 1 മുതൽ 3% വരെയാണ് ഉയർന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസും BPCLും HPCLും എല്ലാം നല്ല നേട്ടമാണ് ഉണ്ടാക്കിയത്. റിപ്പോ നിരക്ക് കുറച്ചതോടെ ഓട്ടോ സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കി. ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ സെൻകോ ഗോൾഡുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പറഞ്ഞിരുന്നു. അതിൻ്റെ Q1 അപ്ഡേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. സ്റ്റോക്ക് ഇന്ന് 5% നേട്ടമുണ്ടാക്കി. ഇന്ന് രാവിലെ 10 മണിക്കാണ് RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക്, അതായത് റിപ്പോ റേറ്റ് വീണ്ടും 0.25% വെട്ടിക്കുറച്ചു. ഫെബ്രുവരിയിലും 0.5% കുറവ് RBI വരുത്തിയിരുന്നു. ഇപ്പോൾ 6.25%-ൽ നിന്ന് 6%-ആയിട്ടാണ് റിപ്പോ നിരക്ക് കുറച്ചത്. ബാങ്കുകൾ വിതരണം ചെയ്യുന്ന ഭവന, വാഹന, വിദ്യാഭ്യാസ, കാർഷിക, സ്വർണ്ണ പണയ, മറ്റ് വ്യക്തിഗത വായ്പകളുടെ പലിശയും ഇതിലൂടെ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി അനലിസ്റ്റുകളുടെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, ആഗോള മാന്ദ്യത്തെ ആശ്രയിച്ച് 2026 സാമ്പത്തിക വർഷത്തിൽ ആകെ 75 മുതൽ 100 ബേസിസ് പോയിന്റ്സിന്റെ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലാണെങ്കിൽ അത് സാധാരണക്കാർക്ക് വലിയ ഒരു ആശ്വാസം തന്നെയാവും. മറ്റൊരു മുഖ്യമായ കാര്യമുള്ളത് അവരുടെ നയനിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. നിഷ്പക്ഷതയിൽ നിന്ന് അക്കോമഡേറ്റീവിലേക്കാണ് നിലപാട് മാറ്റിയത്. അതായത് ബോറോവിങ് ചീപ്പറാക്കി ഗ്രോത്ത് കൂടുതലായി RBI സപ്പോർട്ട് ചെയ്യുന്നു. ഗ്രോത്ത് കൂട്ടാൻ RBI ശ്രമിക്കുന്നു എന്നർത്ഥം. അടുത്ത ഒരു കാര്യമുള്ളത് GDP വളർച്ചാ പ്രവചനത്തിനെ സംബന്ധിച്ചതാണ്. മൊത്തം 6.5%-ആയിട്ടാണ് പരിഷ്കരിച്ചത്. Q1-ൽ 6.5%, Q2-ൽ 6.7%, Q3-ൽ 6.6%, Q4-ൽ 6.3%. നേരത്തേതിൽ നിന്ന് താരിഫ് കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. RBI ഒരു റേറ്റ് കട്ടിലേക്ക് പോയിട്ടും എന്തുകൊണ്ട് മാർക്കറ്റ് ഉയർന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണാൻ കഴിയുന്നത് RBI വളർച്ചയ്ക്ക് കൂടുതൽ പിന്തുണ നൽകുന്നു. ഈ വർഷം വളർച്ചാ പ്രവചനം 6.7%-ൽ നിന്ന് 6.5%-ആയി കുറച്ചു. നിരക്ക് കുറച്ചെങ്കിലും വളർച്ച കുറയുന്നു എന്നുള്ള സൂചനകൾ നൽകുന്നതാണ് ഇന്നത്തെ ഇടിവിന് കാരണമായത്. അടുത്തതായി ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നടന്നത്, ചൈനയ്ക്കെതിരെ US 104% തീരുവ ചുമത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് ചൈന US-നെതിരായ താരിഫ് വീണ്ടും വർദ്ധിപ്പിച്ചു. ഏപ്രിൽ 10 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ അമേരിക്ക ഇറക്കുമതിയുടെ മേലുള്ള താരിഫ് ചൈന 34%-ൽ നിന്ന് 84%-ആയിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും ആഗോള വിപണിയിൽ ഇനിയും വലിയ ചാഞ്ചാട്ടങ്ങൾ കാണാം എന്ന് ചുരുക്കം. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി പറയാനുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അവിടെയും നമ്മൾ എല്ലാ ഡീറ്റെയിൽസും, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.